ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രദ്ധാപൂർവം പരിഗണിക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതുമെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്തെങ്കിലും ഒന്ന് നോക്കുന്നതും അത് ശ്രദ്ധാപൂർവം പരിഗണിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിഡ്ഢികൾ വെറുതെ നോക്കുകയും കടന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ ജ്ഞാനികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കാര്യങ്ങൾ ശ്രദ്ധാപൂർവം തൂക്കി നോക്കുകയും അവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. തൽഫലമായി അവർ ആഴത്തിലുള്ള സത്യങ്ങൾ കണ്ടെത്തുന്നു. യേശുക്രിസ്തു ആകാശത്തിലെ പക്ഷികളെ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, അവയെ പരിഗണിക്കൂ, അപ്പോൾ മാത്രമേ സത്യം മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷികൾ വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുരകളിൽ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല, എന്നിട്ടും അവ വിഷമിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം സ്വർഗസ്ഥനായ പിതാവ് അവയെ പോറ്റുന്നു. പക്ഷികൾ അവനിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. അതുപോലെ വയലിലെ താമരയും നോക്കൂ, അവ എങ്ങനെ വളരുന്നു, അവ എങ്ങനെ ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു, അവ എങ്ങനെ സുഗന്ധം പരത്തുന്നു. ആരാണ് അവയ്ക്ക് അവയുടെ സൗന്ദര്യം നൽകുന്നത്? താമരകൾ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, വിഷമിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവയ്ക്ക് അവയെ ഉടുപ്പിക്കുന്ന ദൈവത്തെ അറിയാം. ദശലക്ഷക്കണക്കിന് പക്ഷികളെയും ജീവജാലങ്ങളെയും പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് നിങ്ങളെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുക. ഭക്ഷണത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ വിഷമിച്ച് നിങ്ങളുടെ ദിവസങ്ങൾ പാഴാക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാമെന്ന് മത്തായി 6-ാം അധ്യായം 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ജ്ഞാനം നേടണമെന്ന ആഗ്രഹത്തോടെ ഒരു യുവാവ് ഒരിക്കൽ ഒരു ചൈനീസ് സാമ്യാനെ സമീപിച്ചു. സാമ്യാൻ പറഞ്ഞു, കാട്ടിലേക്ക് പോയി അവിടെയുള്ള ശബ്ദങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. ആ യുവാവ് പെട്ടെന്ന് മടങ്ങി വന്നു. സാർ, പക്ഷികളുടെ മധുര സംഗീതം ഞാൻ കേട്ടു. അരുവികൾ എന്റെ ഹൃദയത്തോട് സംസാരിച്ചു. മൃദുവായ കാറ്റ് കവിത ആലപിക്കുകയും എന്നെ മൃദുവായി സ്പർശിക്കുകയും ചെയ്തു. ഞാൻ അഗാധമായ സന്തോഷം കൊണ്ട് നിറഞ്ഞു. സാമ്യാൻ ഇത് കേട്ടപ്പോൾ സന്തോഷിച്ചു. അതുപോലെ നിങ്ങൾ ശ്രദ്ധാപൂർവം ബൈബിൾ ശ്രദ്ധയോടെ ഒരു പതിവ് രീതിയിൽ മാത്രമല്ലാതെ വായിക്കുമ്പോൾ അതിന്റെ ആഴം നിങ്ങൾ കണ്ടെത്തും. പ്രസംഗകർ തിരുവെഴുത്തുകളെ വളരെ വിശദമായി വിശദീകരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവർ അത്തരം മനോഹരമായ വെളിപ്പെടുത്തലുകളും ആഴത്തിലുള്ള രഹസ്യങ്ങളും പങ്കിടുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യാഖ്യാനങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവർ ഓരോ വാക്യത്തിലും ആഴത്തിൽ ധ്യാനിക്കുന്നതിനാലാണിത്. ദൈവമക്കളെ, തിരുവെഴുത്തുകൾ തിടുക്കത്തിലോ അശ്രദ്ധയിലോ വായിക്കരുത്. വായിക്കുമ്പോൾ നിർത്തുക, ചിന്തിക്കുക, ധ്യാനിക്കുക. അപ്പോൾ മാത്രമേ ദൈവവചനത്തിന്റെ മറഞ്ഞിരിക്കുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ യെശയ്യാവ് 9-10 അധ്യായങ്ങൾ, വൈകുന്നേരം എഫേസ്യർ 3-ാം അധ്യായം. ആമേൻ. 3-ാം അധ്യായം.